ജെറമിയ 17:14 കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. എന്തെന്നാൽ അങ്ങാണ് എൻ്റെ പ്രത്യാശ. സങ്കടപ്പെടുന്ന മനുഷ്യൻ്റെ നിലവിളിക്ക് മുമ്പിൽ ദൈവം ഇറങ്ങി വന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ബെത്സൈദ ദ ഹീലിംഗ് പോണ്ട്. ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഈശോയെ എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നീ തന്നേന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ഏതായാലും കിട്ടാൻ പോകണില്ല, ഏതായാലും സെലക്ഷൻ ഉണ്ടാവാൻ പോകണില്ല. അപ്പോൾ എന്നാൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ എന്നെ കളിയാക്കണമല്ലേ എന്നുള്ള ആ ഒരു വാശി പുറത്ത് ഞാൻ കയറി നിന്ന് പ്രസൻറ്റ് ചെയ്ത ആ 10 മിനിറ്റ് എനിക്ക് തോന്നുന്നു ഈശോ ശരിക്കും തൊട്ട സമയമാണ്. ശരിക്കും തൊട്ട സമയം. ആ 10 മിനിറ്റ് അത്ഭുതം എന്ന് പറയട്ടെ, ഒട്ടും വിക്കിയില്ല. ഞാൻ പേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് ഇതെന്താ ഈ പറയണേ? ഞാൻ 6 ദിവസം ഉറക്കം കളഞ്ഞ് ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്ത് ഞാനോ, വിക്കനായ ഞാനോ? നമ്മൾ പല എനർജീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പവർഫുൾ ഫോം ഓഫ് എനർജി പ്രയർ എനർജിയാണ്. കാരണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലോകത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രാർത്ഥിക്കാത്ത ദിവസം ലോകം എന്നെ കൺട്രോൾ ചെയ്യും. ഇന്ന് നമ്മോടൊപ്പം ഈ എപ്പിസോഡിലുള്ളത് ഫ്രാൻസിസ് സാറാണ്. നമുക്ക് സാറിനെ പരിചയപ്പെടാം. സാറിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു യാത്ര ആരംഭിക്കാം. സാറേ, ഈശോയുടെ നാമത്തിൽ സ്വാഗതം. നമുക്ക് ഈ എപ്പിസോഡിൽ സാറിനോടൊപ്പം ആയിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സാറിനെക്കുറിച്ച് ആകെ അറിയാവുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സാറിൻ്റെ പേര് ഫ്രാൻസിസ് എന്നറിയാം. കുഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സാറ് വരണമെന്ന് എനിക്കറിയാം. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും അറിയാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം എനിക്ക് പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് തന്നെ സാറിനെ ഒന്ന് മനസ്സിലാക്കാനും സാറിൻ്റെ ജീവിതാനുഭവങ്ങളെ ഒന്ന് കേൾക്കാനും ആഗ്രഹമുള്ളതുകൊണ്ട് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം. എൻ്റെ പേര് ഫ്രാൻസിസ് എന്ന്. സ്വന്തം സ്ഥലം കുഴൂരാണ്. വീട്ടിൽ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഞാൻ വാസ്തവത്തിൽ ജന്മന ഒരു വിക്കനായിരുന്നു. 38 വർഷക്കാലം എൻ്റെ പേര് തന്നെ പറയാനും ഒരു 4 സെക്കൻഡ് വരെ എടുത്തിരുന്ന ജന്മന വിക്കനായൊരു മനുഷ്യനായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു എൻജിനീയറിംഗ് ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ഇൻഡസ്ട്രിയിൽ ഞാൻ പഠിച്ചതെല്ലാം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലാണ്. എൻജിനീയറിംഗ് ഞാൻ പൂർത്തിയാക്കിയപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഈ വിക്കൽ ഉണ്ടായതുകൊണ്ട് ഒരു സ്ഥലത്തും എനിക്ക് പിടിച്ചു നിൽക്കാനോ ഒരു സ്ഥിരത എന്നുള്ളത് ഉണ്ടായില്ല. കാരണം മാനേജ്മെൻറ്റിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജോലിക്കാരായിട്ട് ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ വരും. അവിടെ എല്ലാം ഞാനൊരു ഫെയിലിയറായിരുന്നു. അവിടെ മാനേജ്മെൻറ്റ് പാളിച്ചായതുകൊണ്ട് തന്നെ എന്നെ സെക്ഷൻ മാറാനിടയായി. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്ന് ഈ പഠനകാലത്ത് ഈ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിലുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല എക്സാമിനേഷൻ, പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ എക്സാമിനേഷൻസിലൊക്കെ വിവാവോച്ച, അതായത് വൈവാവോസ് എന്ന് അറിയപ്പെടുന്ന വിവാവോച്ചയിൽ ക്വസ്റ്റ്യൻസിന് എനിക്ക് ആൻസേഴ്സ് പറയാൻ പറ്റാതെയാവുമ്പോൾ ഇതൊരു പാവം വ്യക്തിയാണെന്ന് അവനും മാർക്ക് ഗ്രേസിലിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു മാർജിനലൈസ്ഡ് കണ്ടീഷനിൽ പാസ് മാർക്ക് ഇട്ട് പാസ്സായി. കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് വലിയൊരു സങ്കടമാണ് സത്യത്തിൽ. ഒരു സാധാരണ ചെറുപ്പക്കാരൻ പഠിച്ച് വളർന്നതിനേക്കാളും പ്രതിസന്ധികളുടെ നടുവിൽ വളർന്നു വന്നു എന്നുള്ള സത്യത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെ എത്തി ഉപരിപഠനം കഴിഞ്ഞു, എഞ്ചിനീയറായി ജോലി ചെയ്തു പോകുന്ന അവസ്ഥ. ഓക്കെ. അപ്പോൾ സ്കൂളിൽ വെച്ച് തന്നെ എൻ്റെ അന്നത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ പ്രൊഫസറൊക്കെ പറഞ്ഞിരുന്നു, ടീച്ചിങ് പ്രൊഫഷൻ നിനക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ, നീ ടീച്ചിങ് ശ്രമിക്കേ വേണ്ട. അപ്പോൾ ഞാൻ എന്നെ തന്നെ കഴിഞ്ഞു, അതൊരു സീലിംഗ് ആണ്, ഇനി എനിക്ക് ടീച്ചിങ് വേൾഡില്ല, ആ പ്രൊഫഷനിൽ ഒരു ജോലി സാധ്യതയേ എനിക്കില്ല എന്ന് തള്ളിക്കളഞ്ഞു ഞാൻ. പക്ഷേ ഇൻഡസ്ട്രിയിൽ ടീച്ചർ ഇഷ്ടമായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അന്നേ ഞാൻ മനസ്സിലാക്കിയിരുന്നു, നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ എന്നും ചെറുപ്പമായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാമെന്ന് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് സമ്പാദിക്കാനും സാധിക്കും. അപ്പോൾ ടീച്ചിങ് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചു. അപ്പോൾ ഇൻഡസ്ട്രിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നിർബന്ധിതനായി ഞാൻ. പക്ഷെ അങ്ങനെ ഇൻഡസ്ട്രിയിൽ എനിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസരത്തിലാണ് ഈ ഒരു ആക്സിഡൻ്റലായിട്ട്, ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ആക്സിഡൻ്റൽ കോളിംഗ് ആയിരുന്നു എന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ വന്ന ഒരു ന്യൂസ് പേപ്പർ ആഡ് അനുസരിച്ച് അവിടെ അടുത്തൊരു കോളേജിൽ ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. അവരെന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചു. സാറ് ഈ കോളേജിലേക്കുള്ള ഈ ജോലിയുടെ ആഡ് കണ്ട് അതിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ സമയത്തൊക്കെ സാറിന് ഈ വിക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിന് അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് അതിൻ്റെ കാരണം ഇതാണ്, ഇൻഡസ്ട്രിയിൽ എന്തായാലും ഞാനൊരു ഫെയിലിയർ എന്ന് ഞാൻ സ്വയം വിധി എഴുതി കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു ടീച്ചിങ് സാധ്യത ഒന്ന് മുട്ടി നോക്കാം,
ഒരു ലാബ് അസിസ്റ്റൻ്റ് ആയിട്ടെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് ചേർന്നാലോ എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. കാരണം ടീച്ചിങ് ഇല്ലെങ്കിൽ തന്നെയും ഒരു എഞ്ചിനീയർ എന്ന നിലയ്ക്ക് ഒരു ലാബറട്ടറി സൂപ്പർവൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം എഞ്ചിനീയറിംഗ് ലാബറട്ടറിയിലെല്ലാം അങ്ങനെയുള്ള പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളും ഒത്തിരി ഉണ്ട്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ടീച്ചിങ് ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഏതായാലും അത് അവർ വിളിച്ചു, അതിന് പോയി. അപ്പോൾ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താം. അവർ പറഞ്ഞു ഒരു ട്രയൽ ക്ലാസ് കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും, ഏത് സബ്ജക്റ്റ് എടുക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ്, ഞങ്ങളുടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഏകദേശം 35ഓളം സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്ട്സ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലൊരു സബ്ജക്റ്റ് അവർ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു. സബ്ജക്റ്റ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഏകദേശം 10 മിനിറ്റാണ് അവർ സമയം തന്നിരുന്നത്. എന്തിനു പറയണോ, ഞാനത് പ്രസൻറ്റ് ചെയ്യാൻ വേദിയിൽ കയറുമ്പോൾ തന്നെ എൻ്റെ ഈ വിക്കൽ ഭയങ്കരമായിട്ട് ഒരു വാക്ക് പോലും പറയാത്ത അവസ്ഥയിൽ ഞാൻ ബ്ലോക്കായി സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് കുട്ടികളുടെ പുച്ഛിച്ചുള്ള ചിരി കണ്ട്, കാരണം കയറുമ്പോൾ തന്നെ പേടിയുണ്ടല്ലോ. കാരണം ഇത് ഈ പ്രശ്നം അലട്ടുന്നത് നന്നായിട്ട് അറിയാം. അതെ, ആ ചിന്ത എല്ലാം കൂടെ കൂടുമ്പോൾ അത് ഡബിളായി ഒട്ടും പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതെ, ഞാൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോൾ അവർ തന്നെ ഈ ഇവാലുവേഷൻ ക്ലാസ് ഇവാലുവേറ്റ് ചെയ്യാൻ വന്നിരുന്ന കുറച്ച് ടീച്ചേഴ്സ്, അതിൽ സീനിയർ ടീച്ചർ പറഞ്ഞ അദ്ദേഹത്തിനോട് ഇറങ്ങിക്കോളാൻ പറയൂ, കാരണം പറ്റില്ല എന്നുള്ള ഒരു ഇത് പറഞ്ഞ് എന്നെ അവിടുന്ന് മാറ്റി പോകാൻ പറഞ്ഞു. ഒരു തിരസ്കരണമാണ്. അതെ, ആ തിരസ്കരണമൊക്കെ കിട്ടിയിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, നല്ല വേദനയുള്ളത്. അതെങ്ങനെ മാനേജ് ചെയ്തു സാറേ? പ്രാർത്ഥനയാണ് അച്ഛാ. കാരണം ഈശോയ്ക്കൊരു പദ്ധതി ഉണ്ടാവുമല്ലോ, ഈശോയ്ക്കൊരു പ്ലാനും പദ്ധതി എന്നെ കുറിച്ചുണ്ടല്ലോ. അപ്പോൾ പ്രാർത്ഥന തന്നെയാണ് ഞാൻ. സാറിൻ്റെ പ്രാർത്ഥനാ പശ്ചാത്തലം, കുടുംബം, ആ സാഹചര്യങ്ങളൊന്ന് പറയാമോ? കൊന്ത മുടങ്ങിയിട്ടില്ല. സന്ധ്യയ്ക്കും കാലത്തും എല്ലാ ദിവസം എങ്ങനെയെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്ത് ഒരു കൊന്ത മാതാവിന് കാഴ്ചവെക്കണം എന്നുള്ള നിർബന്ധമാണ്. 3 മണി നേരത്തെ ഒരു കരുണക്കൊന്തയും എത്തിക്കാറുണ്ട്. ബൈബിൾ വായിക്കാൻ 3 മണിക്കോ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. അതുപോലെ ബൈബിൾ എഴുതണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ. ബൈബിൾ വായിച്ചാൽ പോരാ, ബൈബിൾ എഴുതണം. അങ്ങനെ ഞാൻ ബൈബിൾ അങ്ങനെ എഴുതി നല്ലൊരു ഭാഗം എഴുതി പൂർത്തിയാവാറായിട്ടുണ്ട്. അപ്പോൾ തിരക്കുകൾക്കിടയിൽ അതിന് സമയം കണ്ടെത്തുന്നുണ്ട്. 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എഴുതിയാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ബുക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ എഴുതി ഞാനത് സ്ഥിരതയോടെ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ജനിച്ചു വളർന്ന കുടുംബ പശ്ചാത്തലത്തിൽ വിശ്വാസ പരിശീലനവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രാർത്ഥന എന്നും കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന, മാതാപിതാക്കള് അതെ 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 പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈശോയുടെ ശക്തമായ ഇടപെടൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവണം. അല്ലാണ്ട് അതല്ലെങ്കിൽ ആ സമയത്തൊന്നും തരണം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്കൊരു ചെറിയ കാര്യം തന്നെ, ഒരു ചെറിയൊരു പരാജയം ഉണ്ടായാൽ തന്നെ നമ്മുടെ ആ ഒരു ദിവസം പോയി, നമ്മൾ വളരെ അങ്ങേയറ്റം ഡെസ്പായി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ കോളേജ് കുട്ടികളുടെ മുന്നിൽ നിന്നൊക്കെ പറഞ്ഞാൽ ചെന്ന് കയറിയിട്ട് നാണം കിട്ടിറങ്ങുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യുക, ചിന്തിക്കാവുന്നതിനപ്പുറത്താണ്. തീർച്ചയായും. കാരണം പല പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഈശോയെ എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നീ തന്നേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് അവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായതുകൊണ്ട് എനിക്ക് ശക്തി റീഗെയിൻ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കണം. അതായത് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഒരു പരാജയം ഉണ്ടായി, തിരിച്ചു പോകുന്നു, തുടർന്ന് നമുക്ക് എന്നിട്ട് അപ്പോൾ അന്ന് ദിവസം തന്നെ ഈശോ വിട്ടയച്ച ഒരാൾ, ഞാൻ സൂചിപ്പിച്ച പോലെ ഒരാൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണ്. നിനക്ക് അവിടെ മറ്റേ അപ്പോയിൻമെൻറ്റ് ആവേണ്ടതായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയില്ല, കാരണം ഞാൻ നല്ല സ്റ്റാമറിങ് ഉള്ള ആളാണ്, എന്നെ അവർ സെലക്ട് ചെയ്തില്ല. ഇല്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ആ മനുഷ്യൻ എന്നോട് തിങ്കളാഴ്ചയുള്ള പ്രസൻറ്റേഷന് ഒന്നുകൂടി ചെല്ലാൻ എന്നോട് പറയുകയാണ്. പരിചയമുള്ള ആളാണ്, ഒരു പരിചയമുള്ള വ്യക്തിയാണ്. അങ്ങനെ ഞാൻ തിങ്കളാഴ്ച കാലത്ത് പുള്ളിക്ക് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നാണം കെടാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഞാനപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ സമയം അവരെനിക്ക് തരാൻ പോകുന്നത് വേറെ ക്ലാസ് റൂമായിരിക്കും, വേറെ സ്റ്റുഡൻസ് ആയിരിക്കും, വേറെ ഇവാലുവേറ്റേഴ്സ് ആയിരിക്കും. എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, അത്ഭുതമല്ല, പ്ലാൻഡ് എനിക്ക് ആ ക്ലാസ് തന്നെ, ആ ഇവാലുവേറ്റേഴ്സ് തന്നെ അവിടെ ഇരിക്കുക, സെയിം ഓഡിയൻസ്. പക്ഷെ എന്നെ കണ്ടപ്പോഴേ അവർ ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ഏതായാലും കിട്ടാൻ പോണില്ല, ഏതായാലും സെലക്ഷൻ ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ എന്നാൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങളെന്നെ കളിയാക്കണമല്ലേ എന്നുള്ള ആ ഒരു വാശിപ്പുറത്ത് ഞാൻ കയറി നിന്ന് പ്രസൻറ്റ് ചെയ്ത ആ 10 മിനിറ്റ് എനിക്ക് തോന്നുന്നു ഈശോ ശരിക്കും തൊട്ട സമയമാണ്. ആ 10 മിനിറ്റ് അത്ഭുതം എന്ന് പറയട്ടെ, ഒട്ടും വിക്കിയില്ല. ജീവിതത്തിൻ്റെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ് അത്.
ഒരിക്കൽ നാണം കെട്ട ഓഡിയൻസിന് മുമ്പിൽ വീണ്ടും കയറി നിൽക്കുമ്പോൾ അവർ ചിരിക്കുക. ഇതൊക്കെ ഒരു മനുഷ്യനെ തന്നെ ചെറുതായി പോകാനുള്ളത്. ആ മൊമെന്റിൽ ദൈവം തൊട്ടു തീർച്ചയായിട്ടും വെച്ചാൽ 10 മിനിറ്റ് ഒരു കുഴപ്പമുണ്ടായാലും മാത്രമല്ല, കുട്ടികൾ എല്ലാവർക്കും ആകർഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ എന്നെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു. കാരണം ഞാനല്ല പിന്നെ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കർത്താവ് തൊട്ട സമയം പിന്നെ എൻ്റെ അറിവ് പോലും പരിശുദ്ധാത്മാവിൻ്റെ ആ ഇൻ്റർവെൻഷൻ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ എൻ്റെ പ്രസൻറ്റേഷൻ അറിവും അവരെ ആകർഷിക്കുന്ന രീതിയിലായിരുന്നു. ടീച്ചിങ് പ്രൊഫഷണൽ ആളല്ലല്ലോ പറയുന്നത്, വേറൊരു ഫീൽഡിൽ നിന്ന് വന്ന ഒരാൾ. അപ്പോൾ തീർച്ചയായിട്ടും വേറൊരു അറിവ് കിടപ്പുണ്ട്, അത് കുട്ടികളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റി. തീർച്ചയായിട്ടും അങ്ങനെ അവർ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണോ വെയിറ്റ് ചെയ്യാൻ പറയണത്, വേറെ ഒത്തിരി പേരുണ്ട് ഇതേപോലെ ട്രയൽ ക്ലാസ് പ്രസൻറ്റ് ചെയ്ത വേറെ ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറയണത് അവിടെ PhD ഉള്ള വ്യക്തികളൊക്കെ ഉണ്ട്, നിനക്ക് PhD ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ കുട്ടികളുടെ റെക്കമെൻഡേഷനും നിന്നെ ഒരു പ്രൊബേഷണറി ട്രയൽ പോലെയുള്ള സമയം അപ്പോയിൻ്റ് ചെയ്യുകയാണ്, അതിൽ നിൻ്റെ കാര്യങ്ങൾ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് അവരെന്നോട് പറഞ്ഞു. പക്ഷേ അതിനുശേഷം എൻ്റെ പ്രസൻറ്റേഷൻ അതിനുവേണ്ടി നന്നായിട്ട് ഒരുങ്ങണം, എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ കൂടുതലെടുക്കാനും കൂടുതൽ ഇൻഫർമേഷൻ അമാസ് ചെയ്യാനും പ്രസൻറ്റേഷൻ വളരെ ഭംഗിയാക്കാനും എനിക്ക് സാധിച്ചു. സെലക്ഷൻ ആ പ്രൊബേഷണറി പീരീഡ് കഴിഞ്ഞ് അവർ പറഞ്ഞു നിന്നെ ഞങ്ങൾക്ക് മതി, ഏറ്റവും നല്ല ടീച്ചർ എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ പോലും കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. ഈ ഒരുപക്ഷെ അവരെ പ്രേരിപ്പിച്ചത് PhD ഉള്ളവരൊക്കെ മാറ്റി നിർത്തിയിട്ട് സാറിനെ പരിഗണിക്കാനായിട്ട് തോന്നിയത്, ഒരു തവണ പരാജയപ്പെട്ടു പോയ ഒരാൾ ആ സെയിം ഓഡിയൻസിനെ ഹാൻഡിൽ ചെയ്ത രീതിയും ആ ഉള്ളിൽ കിടക്കുന്ന ഫയറും ഒക്കെ അവരെ തീർച്ചയായിട്ടും ചിന്തിപ്പിച്ച് കാണുമായിരിക്കും. അതിൻ്റെ പുറകിൽ സാറ് ചിന്തിക്കുന്ന ഒരു ദൈവകരമാണ്. തീർച്ചയായിട്ടും നമ്മുടെ മാനുഷികമായ കഴിവും കാര്യങ്ങളൊന്നും അല്ല ഒരിക്കലല്ല, ഈശോയുടെ തന്നെ. കാരണം 38 വർഷക്കാലത്ത് വിക്കലാണ് എൻ്റെ അനുഭവം, 38 years. അതൊരു നീണ്ട കാലാവധിയാണ്. പെട്ടെന്ന് ഈ 10 മിനിറ്റാണ് എൻ്റെ ആ ട്രാൻസിഷൻ. അത് എങ്ങനെ തെളിയുമെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരും ബന്ധുക്കളും ഇന്നും അത്ഭുതപ്പെടാണ്, നിനക്ക് വിക്കലില്ലല്ലോ, നിന്നെ വിക്കിയേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, പിന്നെ എങ്ങനെ ഇത്രയും മാത്രം. തന്നെയുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രസൻറ്റേഷൻ ഈ ഒരു ക്ലാസ്സിൻ്റെ യാത്ര മുമ്പോട്ട് പോയി പല സ്ഥലത്തും ഇൻവൈറ്റഡ് ലെക്ചറായിട്ടും അതുപോലെ ഇൻഡസ്ട്രിയൽ കൺസൾട്ടൻ്റായിട്ടും ഞാൻ വർക്ക് ചെയ്തു, പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ ഒരു കൺസൾട്ടിങ് പ്രൊഫസോറിയൽ ലെക്ചറായി, പ്രൊഫസോറിയൽ എൻജിനീയറായി. അത് കഴിഞ്ഞ ശേഷമാണ് ഒരു ട്രെയിൻ യാത്രയിൽ ചില സ്റ്റുഡൻസ് ഞാൻ സംസാരിക്കുന്ന എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുന്നത് കേട്ടു. ഞാൻ ഇന്നലെ ലെക്ചറിങ് കഴിഞ്ഞിട്ട് വരികയാണ്, 6 മണിക്കൂറോളം ഗോവയ്ക്ക് അടുത്തൊരു സ്ഥലത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ലെക്ചറിങ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ സാറ് ഇത് ലോകത്തിലേക്ക് വേൾഡ്സ് ലോങ്കസ്റ്റ് ലെക്ചർ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് പോളണ്ടിലെ ഇറോൾ മുസവാസിനെ എന്ന് പറഞ്ഞാൽ വേൾഡ്സ് ലോങ്കസ്റ്റ് ലെക്ചർ, അയാളുടെ റെക്കോർഡ് ഉടച്ച ഒരു ഇന്ത്യക്കാരൻ അർവിന്ദ് മിശ്ര അത് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. സാറിന് ട്രൈ ചെയ്തുകൂടെ, സാർ ഇപ്പോൾ 6 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് വരാണെന്നൊക്കെ പറയാൻ കേട്ടല്ലോ. അപ്പോൾ എനിക്കൊരു മോട്ടിവേഷനായി. ട്രെയിൻ യാത്ര കിട്ടിയതാ. ഉടൻ തന്നെ ഞാൻ വന്ന് വീട്ടിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ, വേൾഡ്സ് ലോങ്കസ്റ്റ് ലെക്ചർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഉണ്ട്. അങ്ങനെ ഉള്ള ലെക്ചർ മറ്റേ പോളണ്ടിലെ ഇറോൾ മുസവാസിയുടെ റെക്കോർഡ് ഇന്ത്യക്കാരൻ ഉടച്ചു. അതെന്തുകൊണ്ട് ഫ്രാൻസിസിന് ട്രൈ ചെയ്തുകൂടാ? അത് എത്ര മണിക്കൂറിൻ്റെ ആയിരുന്നു ആ റെക്കോർഡ്? പോളണ്ടുകാരൻ്റെ 121 മണിക്കൂറും 6 മിനിറ്റും 12 സെക്കൻഡ് എങ്ങാണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്കാരൻ ഉടച്ചത് 139 മണിക്കൂറും 42 മിനിറ്റും 56 സെക്കൻഡായിരുന്നു. അത് 6 ദിവസം 6 രാത്രി നേരം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ? പക്ഷേ എനിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറ്റില്ല എന്ന് ഞാൻ തീരുമാനം എഴുതിയ ആ ഒരാഴ്ച മുഴുവനും എനിക്ക് ഒത്തിരി സങ്കടങ്ങളും വേദനയും ബുദ്ധിമുട്ടും തന്നെയാണ്. പക്ഷേ കർത്താവിൻ്റെ വചനം വീണ്ടും എന്നെ കാണിച്ചു, നിനക്ക് തന്ന താലന്ത് നീ അത് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നിനക്ക് ജയിൽ ശിക്ഷയാണ്. കാരണം ആ താലന്തിൻ്റെ മുമ്പിൽ നമ്മളത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഞാൻ പേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് ഇതെന്താ ഈ പറയണേ? ഞാൻ 6 ദിവസം ഉറക്കം കളഞ്ഞ് ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ഞാനോ വിക്കനായി ഞാനോ? നിനക്ക് വിക്കലില്ലല്ലോ, നിനക്ക് ഞാൻ കഴിവ് തന്നിട്ടുണ്ട്, നീ അത് തെളിയിക്കണം, കർത്താവിന് സാക്ഷ്യമായിട്ട് മാറണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പലരെയും സമീപിക്കാൻ തുടങ്ങി ഈ ഉറക്കം കളയാൻ. കാരണം ഇങ്ങനെ ലോങ്കസ്റ്റ് ലെക്ചറിന് ഉറക്കം നമ്മൾ ക്രമീകരിക്കേണ്ടി വരും. ബോഡിക്ക് സ്ലീപ്ലെസ് ആയിട്ടൊരു സെഷൻ എൻ്റെ ബോഡിക്ക് ഞാൻ ട്രെയിൻ ചെയ്യേണ്ടി വരും. തന്നെയുമല്ല എൻ്റെ ഡയറ്റ് അനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ജീവിത ശരികളെല്ലാം മാറേണ്ടി വരും. ചിലപ്പോൾ കുടുംബജീവിതം തന്നെ കുറച്ച് കാലത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം വീട്ടിൽ പറഞ്ഞപ്പോൾ അവരെല്ലാം നിനക്ക് ഭ്രാന്താണെന്ന് തന്നെ അവർ സർട്ടിഫൈ ചെയ്തു. ഭ്രാന്തായി എന്നുള്ള സർട്ടിഫിക്കേഷനായി. പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല, വ്യക്തമായിട്ട് കർത്താവിനോട് സംസാരിക്കുകയാണ്. എനിക്കത് അറിയാം. കാരണം ഇത് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ
പല രീതിയിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എനിക്ക് കാണേണ്ടി വരുന്നു. അപ്പോൾ ഞാനൊരു തീരുമാനം മാറ്റി അങ്ങനെ ഞാൻ ഉറക്കം കളയാൻ വേണ്ടിയുള്ള ട്രെയിനിങ്, യോഗ, അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ബാംഗ്ലൂരിൽ അന്ന് ഏറ്റവും നീണ്ട് ആയുസ് ജീവിച്ചിരുന്ന ഒരു സ്വാമിജീനെ കാണാനിടയായി. എൻ്റെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ തുടങ്ങി. യോഗയിലേക്ക് ഞാൻ പണ്ടിലാൽ യോഗ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ യോഗ കുറച്ചും കൂടി ഇൻറ്റൻസായിട്ട് ചെയ്യാൻ തുടങ്ങി. പ്രാർത്ഥന കൂടുതൽ ക്രമീകരിച്ചും ഡയറ്റെല്ലാം മാനേജ് ചെയ്ത് ജൂൺ 28 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ 28 അതായത് ഇന്നത്തെ ദിവസം മുഴുവനും ക്ലാസ് മറ്റുള്ള ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്ക് റിക്വസ്റ്റ് ചെയ്ത് മുഴുവൻ ക്ലാസ് ഞാൻ തന്നെ എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് എന്നെ തന്നെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. എല്ലാവരും തീർച്ചയായിട്ടും സാർ പ്രശ്നം ഞാനിങ്ങനെ ഗിന്നസിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും അതിശയപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കാലത്ത് 9 മണി തൊട്ട് വൈകുന്നേരം 4:45 വരെ അവരുടെ ക്ലാസ് ഞാൻ ഒറ്റയ്ക്ക്, ലഞ്ച് ബ്രേക്ക് പോലും ഒരു നിസ്സാര സമയം ഞാൻ എടുത്തിട്ട് ഒരു 5 മിനിറ്റ് പോലെ എടുത്തിട്ട് ഞാനത് എൻ്റെ പ്രസൻറ്റേഷൻ തന്നെ എടുത്ത് അത് സാധിക്കുമെന്ന് ഞാൻ ഒരു ചെറിയ ഒരു കോൺഫിഡൻസ് എനിക്ക് വരുത്തി. കോളേജ് സപ്പോർട്ട് അങ്ങനെ ഞാൻ വീണ്ടും അത് ഒരു ഒഫീഷ്യൽ ലെവലിൽ പ്രസൻറ്റ് ചെയ്യാൻ ഫസ്റ്റ് കോളേജിൻ്റെ അനുവാദം മേടിച്ച് 48 മണിക്കൂർ പത്രങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് 48 മണിക്കൂർ ആദ്യമായിട്ട് അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്തു. അത് സക്സസ്ഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അവർ ഇനി ഫൈനൽ റെക്കോർഡ്, ഇപ്പോൾ ഉള്ള ഗിന്നസ് റെക്കോർഡ് 139 മണിക്കൂറും 42 മിനിറ്റും 56 സെക്കൻഡ് നമ്മൾ അരവിന്ദ് മിശ്രയുടെ റെക്കോർഡ് ഉടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെക്കൻഡ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഒരു 89 hours ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അവർ തേർഡ് അറ്റംപ്റ്റിന് ആയിരിക്കണം നമ്മുടെ ഫൈനൽ അറ്റംപ്റ്റ്. അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ ആ കോൺഫിഡൻസ് കിട്ടിയിട്ട് ഇനി നമുക്ക് ഫൈനൽ അറ്റംപ്റ്റ് ഒരുങ്ങാമെന്നും പറഞ്ഞ് മെയ് മാസത്തിൽ മെയ് 26 തൊട്ട് ജൂൺ 1 വരെയുള്ള ഫൈനൽ അറ്റംപ്റ്റ് ടാർഗറ്റ് ചെയ്ത് അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തു. പക്ഷേ റെക്കോർഡ് അപ്രൂവ് ആയിട്ടില്ല. കാരണം അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ട് എന്ന് ഗിന്നസ് കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് ഞാനത് വീണ്ടും പ്രസൻറ്റ് ചെയ്യാൻ ഒരുങ്ങാണ്. ഇപ്രാവശ്യം സമയം കുറച്ച് നീളം, കുറച്ചുകൂടി അധികം കൂടുതൽ സമയം ചെയ്യാനും അതുപോലെ തന്നെ അന്ന് ഉണ്ടായിരുന്ന ആ മിസ്റ്റേക്സ് എല്ലാം ഓവർകം ചെയ്യാനുള്ള എല്ലാ പഴുതുകളും അടച്ചിട്ടുള്ള പ്രാക്ടീസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈശോ അനുഗ്രഹിച്ച ഒരു മലയാളിയായിരിക്കും ആ റെക്കോർഡ് നേടുക എന്നുള്ളത്. എന്നാണ് സാറ് ഇതിൻ്റെ പെർഫോം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? സ്പോൺസേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു താമസങ്ങളും എല്ലാം കാണുന്നുണ്ട്. എത്രയും വേഗം അത് പ്രസൻറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. ഇന്ന ഡേറ്റ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും വളരെ അടുത്ത് തന്നെ അത് നമ്മൾ ചെയ്തിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന സാറിൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല, ഈ 142 മണിക്കൂർ ഈ ജന്മന വിക്കനായിരുന്ന ഒരാൾ ഈ വോക്കൽ കോഡിന് എങ്ങനെ ഇത് സാധിക്കുന്നു? ഈ 1.5 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ 2 മണിക്കൂറിന് ഒരു ക്ലാസ് എടുക്കുന്ന എനിക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനൊരു പരിമിതിയുടെ നടുവിൽ നിന്ന് വളർന്നു വന്ന് ദൈവം തൊട്ട് അനുഗ്രഹിച്ച് സുഖപ്പെടുത്തി, എന്നിട്ട് മനുഷ്യന് ചിന്തിക്കാവുന്നതിനപ്പുറത്ത് റെക്കോർഡ് എന്ന് പറയുമ്പോഴത്തേ വേൾഡിലെ നമ്പർ 1 ആകാൻ പോവുക അല്ലേ? നമ്പർ 1 കുറിച്ചു, റെക്കോർഡഡ് ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും എത്തിച്ചെങ്കിൽ അതിന് കൈയടിക്കാൻ അല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല സാറേ. ഇത് വിശ്വസിക്കാനായിട്ട് സമയമെടുക്കും. നമ്മുടെ തലയിലേക്ക് ഇത് കയറണമെങ്കിൽ സമയമെടുക്കും. ഇപ്പോൾ സാറ് അതിൻ്റെ ഒരുക്കങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്ലസ് ടീച്ചിങ് പ്രൊഫഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജീവിതാനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് സാറിൻ്റെ ഒരു ആത്മീയതയെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസത്തെ, ദൈവമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെ ഈ ഓഡിയൻസിനോട്, പ്രേക്ഷകരോടൊന്ന് പറയാൻ പറ്റും? പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരത്തും എന്തെല്ലാം സംഭവിച്ചാലും, കാരണം എന്നെ ഈ ജപമാല എത്തിക്കാതിരിക്കാനുള്ള പല ടെംപ്റ്റേഷൻസ് ഉണ്ടായാലും അതെല്ലാം മാറ്റിവെച്ച് മാതാവിന് ഞാൻ ആ 15 മിനിറ്റ് കൊടുക്കും എന്നുള്ള ഉറച്ച ഒരു തീരുമാനത്തിലായി കഴിഞ്ഞപ്പോൾ തന്നെ ജപമാല തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അമ്മയുടെ കൈ പിടിക്കുകയാണ്. പക്ഷെ ജപമാല കഴിഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധ മാതാവ് എൻ്റെ കൈ പിടിക്കുകയാണ്. ഈ ബോധ്യം എവിടെ നിന്ന് കിട്ടി? അതൊരു അനുഭവമാണ്. കാരണം അന്നത്തെ എനിക്ക് നല്ല ഉറപ്പുണ്ട് വെച്ചാൽ ഞാൻ ജപമാല എത്തിക്കാത്ത ദിവസം എനിക്ക് തകർച്ചയാണ്, എനിക്ക് ആകെ പ്രശ്നങ്ങളാണ്. പക്ഷെ ജപമാല എത്തിച്ച ദിവസവും ഞാൻ ആകെ റേഡിയേറ്റിംഗ് ആണ്, ഞാൻ ആകെ ചൈതന്യം നിറഞ്ഞ് ഞാൻ ഹാപ്പിയാണ്, ഔട്ട് ഗോയിങ് ആണ്, ഷൈനിങ് ആണ് ഞാൻ. അതൊരു അനുഭവമാണ്. അതുകൊണ്ട് ആ ഭയം ഉള്ളിൽ കിടക്കുന്നത് മാതാവിനുള്ള സമയം ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറവുണ്ടാവും എന്നുള്ള ഇതുള്ളതുകൊണ്ട് മാതാവിനെ കാലത്തും വൈകുന്നേരത്ത് കൊന്ത കൊടുത്തിരിക്കും. പിന്നെ 3 മണിക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുള്ള വരുണ കൊന്ത ഒരിക്കലും മുടങ്ങാൻ പാടില്ല. കാരണം പിന്നെ ടീ ടൈം പോലെയാണത്.
നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈവനിങ് സപ്പർ എന്ന് പറയുന്ന പോലെ ഈവനിങ് ടീ ടൈമിലുള്ള ആ ഈശോയുടെ കരുണക്കൊന്ത വലിയൊരു എനർജിയും കൂടിയാണ്. ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ മാത്രമല്ല, ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് പ്രയർ ഇസ് ദ മോസ്റ്റ് പവർഫുൾ ഫോം ഓഫ് എനർജി വൺ ക്യാൻ ജനറേറ്റ് എന്ന് ഞാൻ പഠിച്ചിരിക്കണേ. അത് എനിക്ക് തോന്നുന്നു അഗസ്റ്റിൻ ഓഫ് ഇപ്പോൾ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പ്രയർ ഇസ് ദ മോസ്റ്റ് പവർഫുൾ ഓഫ് എനർജി. കാരണം ഒരുപാട് എനർജീസ് ഉണ്ട്. ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, മെക്കാനിക്കൽ എനർജി ഉണ്ട്, കൈനറ്റിക്, നമ്മൾ പല എനർജീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പവർഫുൾ ഫോം ഓഫ് എനർജി പ്രയർ എനർജിയാണ്. കാരണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലോകത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രാർത്ഥിക്കാത്ത ദിവസം ലോകം എന്നെ കൺട്രോൾ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിന് സാധിക്കാത്ത ഒന്നുമില്ലല്ലോ. പ്രപഞ്ചത്തിൻ്റെ ഉടയവനാ, സർവവും സൃഷ്ടിച്ചവൻ. അവന് ഈ പോരുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. വിശ്വസിക്കാം. എന്തെങ്കിലുമൊക്കെ കുറവുകളുള്ളവരോ ഒരു പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കാം. സംസാരത്തിൽ പ്രശ്നമുള്ളവരോ, കാഴ്ചയിലോ കേൾവിയിലോ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരായിട്ട് പോകുന്നവർ, ഒരു പക്ഷേ സംസാരിക്കുമ്പോൾ വാക്കുകൾ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകേണ്ട ഒരു മോട്ടിവേഷനാണ് സാറിൻ്റെ ജീവിതം. സാർ എവിടെയെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടോ? ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, പള്ളികളിലും കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവർക്ക് അതൊരു വലിയൊരു മോട്ടിവേഷനാണ് കേട്ടോ. കർത്താവിനെ മുറുകെ പിടിക്കുക. നമുക്കുള്ള പരിമിതികൾ സങ്കടപ്പെടാൻ പോകണ്ട. ആ പരിമിതികളെ ചേർത്ത് പിടിച്ചിട്ട് ഈശോയോട് ചേർന്ന് നിന്നോ, ഈശോ കൈപിടിച്ച് നടത്തിക്കോളൂ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഈ എപ്പിസോഡിൽ കൂടെ ഉണ്ടായിരുന്ന ഫ്രാൻസിസ് സാറിന് നന്ദി പറയുക. ഒപ്പം തന്നെ സാറിൻ്റെ ഒരുക്കങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത പ്രാവശ്യം എപ്പോൾ ഞാൻ സാറിനെ കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. കണ്ടുമുട്ടുന്ന സമയത്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് സാറ് നിൽക്കട്ടെ. അത് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയൊരു സാക്ഷിയാകട്ടെ. കോട്ട ആശ്രമത്തിൽ ഒരു ദിവസം സാറ് വന്ന് ഈ സാക്ഷി എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഫീൽ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് ഗിന്നസ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് സാറിന് സാധിക്കട്ടെ. ഈശോ കൂടെ ഉണ്ടാകട്ടെ. ഈശോയുടെ വലിയൊരു സാക്ഷിയായിട്ട് സാറിനെ ഈശോ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളും നൊമ്പരങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ കൂടെയുണ്ട്. അവൻ സർവശക്തനാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് കർത്താവിനെ അളക്കാതിരുന്നാൽ മാത്രം മതി. നമ്മുടെ ബുദ്ധി കർത്താവ് തന്ന ലോകത്തിൻ്റെ കാര്യങ്ങൾ അളക്കാൻ ബുദ്ധി ഉപയോഗിച്ചോ, ദൈവത്തെ അളക്കാൻ ഹൃദയം വെച്ച് കൊടുത്താൽ മതി. നല്ലൊരു സമയം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ രോഗപീഠകളോ ഒക്കെ ഉണ്ട്, ഒരു പ്രാർത്ഥനാ സഹായം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ TV സ്ക്രീനിലൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉയരുന്നതാണ്. ഒപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതകരമായ ദൈവിക ഇടപെടൽ തിരിച്ചറിഞ്ഞവർ ഇത് കാണുന്നുണ്ടെങ്കിൽ, രോഗപീഠകളാകാം, അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പങ്കുവെച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവമാകാം, അത് നിങ്ങൾക്കൊന്ന് മറ്റുള്ളവരുടെ വിശ്വാസ വളർച്ചയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ TV സ്ക്രീനിലെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അത് മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുമെന്ന് തോന്നിയാൽ മറ്റൊരു എപ്പിസോഡിൽ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാകും ഈ സാക്ഷ്യവുമായിട്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡിൽ നമ്മൾ ഫ്രാൻസിസ് സാറിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ടതല്ലേ നമ്മൾ കണ്ടത്. ജന്മന വിക്കനായൊരു മനുഷ്യൻ, അദ്ദേഹം കടന്നുപോയ ജീവിതത്തിൻ്റെ പരിഹാസങ്ങളുടെയും തിരസ്കരണങ്ങളുടെയും നാളുകൾ, പഠനം കഴിഞ്ഞ ഒരു കെമിക്കൽ എഞ്ചിനീയറായി പിന്നീട് ഒരു സ്കൂൾ പ്രൊഫഷനിലേക്ക് വരുന്നതും അതിന് ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. അത്ഭുതകരമായിട്ട് 38-ാമത്തെ വയസ്സിൽ ദൈവം തൊട്ടപ്പോൾ 38 വർഷമുണ്ടായിരുന്ന വിക്ക് മാറിയിട്ട് ഇന്ന് അദ്ദേഹം 142 മണിക്കൂർ തുടർച്ചയായിട്ട് ഒരു വേൾഡ് റെക്കോർഡിന് വേണ്ടി സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടത്. ബുദ്ധിക്ക് മനസ്സിലാണില്ല, പക്ഷേ നമ്മുടെ കർത്താവ് ജീവിക്കണ ദൈവമാണ്. നമ്മുടെ കർത്താവ് ജീവിക്കണ ദൈവം. അദ്ദേഹം പറഞ്ഞൊരു ചിന്ത, പ്രാർത്ഥിക്കാത്തൊരു ദിവസം ലോകം നമ്മളെ കീഴടക്കും, പ്രാർത്ഥിക്കുന്ന ദിവസം നമ്മൾ ലോകത്തെ കീഴടക്കും. എത്ര മനോഹരമാണ് ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകൾ.
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് രോഗപീഠകളാൽ കഴിയുന്ന സകലരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏതാനും പ്രാർത്ഥനാ നിയോഗങ്ങൾ ചേർത്ത് വെക്കുക. കുറച്ച് കുട്ടികളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പറ്റും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാനത് ഈ എപ്പിസോഡിൽ അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് കരുതി കുട്ടികളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചത് ഒന്ന് സമർപ്പിക്കുക. ഒന്ന് റയാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഇൻഡസ്റ്റൈനിൽ 2 സർജറി, കുടലിന് 2 സർജറി കഴിഞ്ഞിട്ടിരിക്കുക. ആ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഒരു 10 വയസ്സുകാരൻ ഹെനോക്ക്, അവന് ബ്രെയിനിൽ രോഗമാണ്, തകരാറ് സംഭവിച്ചിട്ടുണ്ട്, പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. റിൻജു എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ക്യാൻസർ രോഗബാധിതയാണ്, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റാഫായൽ ജിദിൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് വൈറൽ മെനിഞ്ചൈറ്റിസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവരെ 4 കുഞ്ഞുങ്ങളാണ്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകട്ടോ ഈ ദിവസങ്ങളിൽ വന്ന പ്രാർത്ഥന ഇത്. ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ സ്റ്റിൽ ആ രോഗാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ആ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. നിങ്ങളുടെ രോഗപീഠകളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നവരുടെ വിഷമങ്ങളൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കുക. പൗരോഹിത്യ അധികാരത്തിൽ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, നിങ്ങളുടെ രോഗപീഠകൾ നിങ്ങളെ വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ക്യാൻസറസ് രോഗങ്ങളുള്ളവർ, കിഡ്നിക്കും ഹാർട്ടിനും മറ്റ് ആന്തരിക അവയവങ്ങൾക്കും ഒക്കെ രോഗം ബാധിച്ചവരുണ്ടെങ്കിൽ അതിനെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ ഈശോയെ വിളിച്ചോ, തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചോ, സ്ഥിരതയോടെ പ്രാർത്ഥിച്ചോ. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ഒരു സൗഖ്യം പ്രാപിച്ചിട്ട് ഈശോയുടെ നാമത്തിൻ്റെ മഹത്വീകരണത്തിന് വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ ദൈവം നിന്നെ ഉപയോഗപ്പെടുത്തട്ടെ. ഈശോ നിന്നെ സഹായിക്കട്ടെ. ഈശോ ശക്തിപ്പെടുത്തട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ ദിവ്യകാരുണ്യം അനുഗ്രഹിക്കട്ടെ.